നമ്മുടെ PSC ബുള്ളറ്റിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അതായത് 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ നമ്മുടെ PSC ബുള്ളറ്റിന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് കറണ്ട് അഫയേഴ്സ് ആണ്. 24 പേജുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പേജ് പഠിച്ചു പോകാം. അപ്പോൾ അതിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കിയാലോ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഒന്ന് കുമരകവും അതേപോലെ ബേപ്പൂരും. ഓർത്തു നോക്കുക, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? കുമരകവും അതേപോലെ ബേപ്പൂരുമാണ്. രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് നഫീസ് എന്ന് ഓർത്തു നോക്കുക. എന്താ നഫീസ് ആണ്? എന്താ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് നഫീസ് കേട്ടോ. രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, കുറ്റകൃത്യം നടത്തിയതിനു ശേഷം നാട് വിടാൻ ഒരുങ്ങുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു സംവിധാനത്തിന്റെ പേരാണെന്ത്? നഫീസ് എന്ന് പറയുന്നത്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ഇനി ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തിയാണ് സദാനന്ദ് വസന്ത് ദാത്തെ കേട്ടോ. സദാനന്ദ് വസന്ത് ദാത്തെയാണ് നിലവില് NIA ഡയറക്ടർ ജനറൽ. ആരാന്ന് ചോദിച്ചാൽ ആരാ? സദാനന്ദ് വസന്ത് ദാത്തെയാണ്. ഇനി 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? അരവിന്ദ് പനഗിരിയ. അരവിന്ദ് പനഗിരിയ 16ാം ധനകാര്യ കമ്മീഷന്റെ. നിലവില് എത്രാമത് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ എത്രയാ? 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രത്തിലുള്ളത്. അതിന്റെ ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയാണ്. ഇനി ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. ആരാ? അമിതാഭ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇംഗ്ലീഷ് ഇന്ത്യൻ എഴുത്തുകാരനാണ് ആര്? അമിതാഭ് ഘോഷ് എന്ന കാര്യം ഓർത്തു നോക്കുക. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് ആര്? AS രാജീവ്. ഇനി MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയതാരാന്ന് വെച്ചാൽ പ്രൊഫസർ BR കമ്പോജ് കേട്ടോ. പ്രൊഫസർ BR കമ്പോജ് ആണ്. MS സ്വാമിനാഥൻ പുരസ്കാരം 2024 ലഭിച്ചതാർക്ക? പ്രൊഫസർ BR കമ്പോജിനാണ്. ഇനി പെൺകുട്ടികൾ മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? എവിടെയാ? ഉത്തർപ്രദേശിലാട്ടോ. എവിടെയാ? ഉത്തർപ്രദേശിലാണ്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂളാണ് ഇത്? വൃന്ദാവൻ അല്ലെ? ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് നിലവിൽ വന്നത്. ഇനി ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാ? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാട്ടോ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഭരണഘടനാ ശില്പിയാണ് നമ്മുടെ BR അംബേദ്കർ. അവരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാ? വിജയവാഡയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണെന്ന് ചോദിച്ചാൽ അടൽ സേതു ആണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് അടൽ സേതു പാലം എന്നറിയപ്പെടുന്നത്. അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ കടൽ പാലം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും ഒന്നുകൂടി പറഞ്ഞു നോക്കാം നമുക്ക്. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? കുമരകവും ബേപ്പൂരുമാണ്. രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് വേറൊരു നാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് നഫീസ് എന്ന് പറയുന്നത്. നഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA നിലവിലെ ഡയറക്ടർ ജനറൽ ആരാ? സദാനന്ദ് വസന്ത് ദാത്തെയാണ്. ഇനി 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആര്? അമിതാഭ് ഘോഷ് അല്ലെ? അമിതാഭ് ഘോഷ്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ചോദിച്ചാൽ ആരാ? AS രാജീവ് ആണ്. ഇനി MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ്. പ്രൊഫസർ BR കമ്പോജ്. ഇനി പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാ സ്ഥാപിതമായത്? വൃന്ദാവൻ. എവിടെയാ? ഉത്തർപ്രദേശിലാണ്. ഇനി ഭരണഘടനാ ശില്പി അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എവിടെയുള്ളത്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ചോദിച്ചാൽ ഏതാ? അടൽ സേതു ആണ്. എവിടെയാ? മുംബൈയിലാണ്.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാ? പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര. പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാ? പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാ? സൂറത്ത്. സൂറത്ത് എവിടെ? ഗുജറാത്തിലാണ്. ഇൻഡോർ എവിടെയാ? ഇൻഡോർ മധ്യപ്രദേശിലുമാണ്. അപ്പോൾ ഓർത്തു നോക്കുക, 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളാണ് സൂറത്തും ഇൻഡോറും. സൂറത്ത് ഗുജറാത്തിലാണ്, ഇൻഡോർ മധ്യപ്രദേശിലാണ്. ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ കേട്ടോ. ശ്വേത കെ സുഗതൻ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ചോദിച്ചാൽ ഏതാ? ലക്നൗ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം ഏതാന്ന് ചോദിച്ചാൽ എവിടെയാ? ഉത്തർപ്രദേശ്, ലക്നൌവിലാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 75ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത സ്ഥാപനമാണ് ഇത്, സുപ്രീം കോടതി എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഏതാ? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് ഇത്, തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാ? പാറ്റ്ന അല്ലെ, ബീഹാറിലെ പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാ? പാറ്റ്ന അല്ലെ, ബീഹാറിലെ പാറ്റ്നയിലാണ്. ഇനി 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡാണ്. ഇനി ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ. ഈഫൽ ടവർ എവിടെയാ? പാരീസിലെ, ഫ്രാൻസിലെ പാരീസിലാണ് ഇതുള്ളത്, ഈഫൽ ടവർ ഉള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ചോദിച്ചാൽ ഏതാ? ഈഫൽ ടവർ എവിടെയാ? അത് പാരീസിലാണ് അല്ലെ, പാരീസ് ഫ്രാൻസിലാണ്. ഇനി ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തേതായിട്ടുള്ള നഗരമാണ് ഏത്? ബംഗളൂരു. ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെ നഗരമാണ് ബംഗളൂരു. ഇന്ത്യയിലെ 1ാമത്തെ നഗരവുമാണ് ഇത്, ബംഗളൂരു. ഇനി അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബാംബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബാംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ചോദിച്ചാൽ ആരാ? AR റഹ്മാനാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാ? റിസർവ് പാർക്ക് എവിടെയാ? പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളാണ് സൂററ്റും ഇൻഡോറും. ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ, അതായത് 2024 നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ആര്? ശ്വേത കെ സുഗതനാണ്. അത് 2 തവണയായിട്ട് 2023 2024 ആര് തന്നെയായിരുന്നു? ശ്വേത കെ സുഗതനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാ? ഉത്തർപ്രദേശിലെ, ലക്നൌവിലെ, ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതിയാണ്. ഇനി തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് ഏത്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. നേരെ തിരിച്ചു ചോദിക്കാം, എങ്ങനെ? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം ഏത്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്ന് ചോദിച്ചാൽ എവിടെയാ? തമിഴ്നാട്ടിൽ വന്നതാണ് ഇത്, തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാ? ബീഹാറിലെ പാറ്റ്നയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാ വരുന്നത്? പാറ്റ്ന, ബീഹാറിലാണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഉത്തരാഖണ്ഡ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ്. ഇനി ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ അല്ലെ, പാരീസിലെ ഈഫൽ ടവറിലാണ്. ഇനി ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തേതുമായിട്ടുള്ള നഗരമാണ് ബംഗളൂരു. ഇനി അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബാംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് ആര്? AR റഹ്മാൻ. AR റഹ്മാനാണ്.
ഇനി 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയം ചോദിച്ചാൽ എത്രയാ? 75 രൂപയുടെ നാണയമാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയം ഏതാ? 75 രൂപയുടെ നാണയമാണ്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാ? പ്രീതി രജക്കാണ്. പ്രീതി രജക്കാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാ? പ്രീതി രജക്കാണ്. ഇനി ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാ? മുംബൈയിലെ നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാ? നവി മുംബൈയിലാണ്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവരാണ് PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 4 പേരും പഠിച്ചു വെച്ചോ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവരാണ് ആരൊക്കെ? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ടാക്കൂർ. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാട്ടോ. ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഹെയ്ത്തി എന്ന് പറയുന്നത്. അവിടെയുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഇത് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇനി പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിയാണ് പാർബതി ബർവ. ഏതാ? പാർബതി ബർവയാണ്. LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ, ഓർത്തു വെച്ചോ. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിയാണ് ആര്? പാർവതി ബർവ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാ? പൊഖ്രാൻ അല്ലെ, രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായുശക്തി എന്ന് പറയുന്ന അഭ്യാസം എവിടെ വെച്ചാണ് നടന്നത്? രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ്. ഇനി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഏത് പേരില? ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്ന ഏത് പേരില? ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ്. ഇനി ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡബിൾ സ്ട്രൈക്ക്. ആരൊക്കെയാ? ഇന്ത്യൻ കരസേനയും വ്യോമസേനയും കേട്ടോ. കരസേനയും വ്യോമസേനയും തമ്മിൽ നടത്തുന്ന സംയുക്തമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഇത് ഡബിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. ഡെസേർട്ട് സൈക്ലോൺ. ആരൊക്കെയാ? ഇന്ത്യയും UAEയും സംയുക്തമായിട്ട് 2024 രാജസ്ഥാനിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ഇത് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. പിന്നെ 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ എത്ര രൂപയുടെ നാണയ? 75 രൂപയുടെ നാണയമാണ്. അതുപോലെ കരസേനയിൽ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാ? പ്രീതി രജക്ക്. ഓർത്തു വെക്കുക. ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാ? നവി മുംബൈയിലെ, മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. 2024 ഭാരതരത്നം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവർ 4 പേരാണ്. ആരിക്ക? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ടാക്കൂർ. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇനി പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് ആര്? പാർവതി ബർവ. ഏത് സ്വദേശിയാ? ആസാം സ്വദേശിനിയാണ്. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായുശക്തി നടന്നത് എവിടെ വെച്ചിട്ടാ? രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ്. ഇനി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഏത് പേരില? ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡബിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഇത് ഡബിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഇല്ല, ഡെസേർട്ട് സൈക്ലോൺ അല്ലെ, ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. ഇനി തമോഗർത്തങ്ങൾ, നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് ഏത്? എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്.
തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. ഇനി ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാലും ഇത് തന്നെയാ എക്സ്പോസാറ്റ് ആണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാലും ഇത് തന്നെയാ എക്സ്പോസാറ്റ് ആണ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഏതാ? GSLV F-14 ആണ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാ? ഇൻസാറ്റ് 3DS എന്നാണ്. വിക്ഷേപണ വാഹനമാണ് ഇത് GSLV F-14. ഇവിടെ വേറൊരു കാര്യം ഓർത്തു നോക്കുക, ഇൻസാറ്റ് 3DS താഴെ തന്നിരിക്കുന്നതിൽ എന്ത് ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാ? കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം എന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഇനി ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM 3 എന്ന് പറയും കേട്ടോ. POEM 3 ആണ് ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് ഇത് POEM 3 എന്ന് പറയുന്നത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂള്. ഇനി തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാ? നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാ? നിർമ്മല സീതാരാമനാണ്. ഇനി ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് CV ആനന്ദ ബോസ്. മലയാളിയാണ്, ഓർത്തു വെച്ചോ. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്, ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവാണ് ആര്? പിന്നെ CV ആനന്ദ ബോസ്. ബംഗാൾ ഗവർണറാണ്, മലയാളിയാണ്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവുലൂരി. പവൻ ധവുലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആര്? പവൻ ധവുലൂരി. ഇനി അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായിട്ട് കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ലൈംഗിക അതിക്രമമാണ് എന്ന് കണക്കാക്കാം എന്ന് വിധിച്ച ഹൈക്കോടതിയാണ് ഇത് കൽക്കട്ട ഹൈക്കോടതി. ഇനി ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ് കേട്ടോ. ശിവശക്തി പോയിന്റ്. ചാന്ദ്രയാൻ 3 ലാൻഡറാണ് ഇത് വിക്രം എന്ന് പറയുന്നത് അല്ലേ. ഇത് ലാൻഡ് ചെയ്ത സ്ഥലത്ത് ഒരു പേര് കൊടുത്തു, അതിന്റെ പേരാണെന്ത്? ശിവശക്തി പോയിന്റ് എന്ന്. പേര് കൊടുത്തത് ആരാ? അത് നരേന്ദ്രമോദിയാണ് കേട്ടോ. ശിവശക്തി എന്ന പേര് കൊടുത്തത് ആരാ? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ പറഞ്ഞത് തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് ഇത് എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാലും ഇത് തന്നെയാണ് എക്സ്പോസാറ്റ് ആണ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. അതിന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഏതാ? GSLV F-14 ആണ്. ഇനി ISRO വിക്ഷേപിച്ച ഏറ്റവും ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM 3. ഏതാ? POEM 3 ആണ്. ഇനി തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാ? നിർമ്മല സീതാരാമനാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ്, മലയാളിയാണ് CV ആനന്ദ ബോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായ ഇന്ത്യൻ വംശജനായ പവൻ ധവുലൂരി കേട്ടോ. പവൻ ധവുലൂരിയാണ്. ഇനി അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചിട്ടോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമാണ് എന്ന് കണക്കാക്കിയ കോടതി ഏതാ? കൽക്കത്ത ഹൈക്കോടതിയാണ്. ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചാന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേരാണെന്ത്? വിക്രം അല്ലെ. വിക്രം ലാൻഡ് ചെയ്ത സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണെന്ത്? ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. ഇനി കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയം പുരസ്കാരം നേടിയത് ആരാ? ബിൽ ഗേറ്റ്സ് ആട്ടോ. അപ്പോൾ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയം പുരസ്കാരം നേടിയതാര? ബിൽ ഗേറ്റ്സ് ആണ്. ഇനി 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗുജറാത്തിലാട്ടോ. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച വിമാനത്താവളം ഏതാന്ന് ചോദിക്കാം. ഏതാ? ജാംനഗർ വിമാനത്താവളം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളി
പുള്ളിപ്പുലികളുടെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മധ്യപ്രദേശാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുടെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മധ്യപ്രദേശാണ്. ഇനി ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദ ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാൽപ്പ് അർഹനായ വ്യക്തി ചോദിച്ചാൽ ആരാ? നരേന്ദ്ര മോദിയാട്ടോ. ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാൽപ്പ് അർഹനായതാരാ? നരേന്ദ്ര മോദിയാണ്. അപ്പൊ ഏത് രാജ്യത്തിന്റെ ബഹുമതി ദി ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാൽപ്പ് എന്ന് ചോദിച്ചാൽ ഏതാ? ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ് ഏത്? ദി ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാൽപ്പ് എന്ന് പറയുന്നത്. അതിന് അർഹനായത് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്ര മോദിയാണ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ 50ാമത്തെ വാർഷികമാണ് 2024 ചിപ്കോ മൂവ്മെന്റ് ആചരിച്ചത്. ഇനി ഭരണത്തിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഓർത്തു വെച്ചോ, നല്ല ചോദ്യമാണ്. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇനി ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ചോദിച്ചാൽ ബെഗുസാരായി. എവിടെയാ? ബീഹാറിലെ ബെഗുസാരായി എന്ന് പറയുന്ന നഗരമാണ് അല്ലെങ്കിൽ പ്രദേശമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണിത്, ബെഗുസാരായി, ബീഹാർ. ഇനി സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായിട്ടുള്ള 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത് എന്ന് ചോദിച്ചാൽ പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായിട്ടുള്ള 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഇസ്രോ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക എന്ന് പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഇസ്രോ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് ഇത്, യുവിക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനായിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മദ്രാസ് IIT ആണ്. മദ്രാസ് IIT ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനായിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചതാര? IIT മദ്രാസ് ആണ്. ഇനി പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032 കേട്ടോ. 1032 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ ഏതാ? 1032 ആണ്. ഇനി ഇന്ത്യൻ നാവികസേനക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ഇന്ത്യൻ നാവികസേനക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം എവിടെയാ? നൗസേന ഭവനാണ്. എവിടെയാത്? ഡൽഹിയിലാണ്. അപ്പോൾ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയതാര? ബിൽ ഗേറ്റ്സ് ആണ്. ഇനി 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച വിമാനത്താവളമാണ് ഇത്? ജാംനഗർ വിമാനത്താവളം. എവിടെയാ? ഗുജറാത്തിലാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുടെ സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ഇനി ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദ ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാൽപ്പിന് അർഹനായതാര? നരേന്ദ്രമോദിയാണ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്ര വാർഷികം ആഘോഷിച്ചു? 50ാം വാർഷികം ആഘോഷിച്ചു. ഭരണത്തിലേക്ക് അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസാരായി, ബീഹാർ. ഇനി സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായിട്ടുള്ള 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് റോബോട്ടിനെ വികസിപ്പിച്ച സ്ഥാപനം ഏതാ? IIT മദ്രാസ് ആണ്. ഇനി പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ ഏതാ? 1032 ആണ്. ഇന്ത്യൻ നാവികസേനക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? നൗസേന ഭവൻ. എവിടെയാ? ഡൽഹിയിലാണ്. ഇനി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമാകുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമാകുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് ഇത്, പുഷ്പക് എന്ന് പറയുന്നത്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ കേട്ടോ. ഏതാ? അഗ്നിബാൺ ആണ്. നിർമ്മിച്ചതാര? അഗ്നികുൽ കോസ്മോസ് ആണ്. അഗ്നികുൽ കോസ്മോസ് ആണ് 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് ഇത്, അഗ്നിബാൺ എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചതാര? അഗ്നികുൽ കോസ്മോസ് ആണ്. ഇനി അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായിട്ട് ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയുടെ പേരാണ് ധനുഷ് എന്ന് പറയുന്നത്. എന്താ? ധനുഷ് ആണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? 2024
വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് ഇത് അഗ്നിബാൺ എന്ന് പറയുന്നത്. ഈ അഗ്നിബാൺ വിക്ഷേപിക്കാനായിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ് എന്ന് പറയുന്നത്. ഇനി 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് ഇത് അഗ്നി 5 എന്ന് പറയുന്നത്. മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് ചോദിച്ചാൽ മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് ഇത് അഗ്നി 5 എന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിന് നൽകിയ പേര് ചോദിച്ചാൽ എന്താ? മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാതയാണ് സെലാ ടണൽ. സെലാ ടണലാണ്. എവിടെയാ സെലാ ടണൽ? അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അതുപോലെ ആസാമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സെലാ ടണൽ. എന്താ പ്രത്യേകത? ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാതയാണ് ഇത് സെലാ ടണൽ എന്ന് പറയുന്നത്. ഏതിനൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസാമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സെലാ ടണൽ. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ബിറ്റ്സോം എന്ന് പറയുന്നത്. ബിറ്റ്സോം ആണ് 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ബിറ്റ്സോം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ചോദിച്ചാൽ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഏതൊക്കെയാ? ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദ്വാരക എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാ? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? കിഷോർ മക്വാനയാണ്. ഇനി പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവിക സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി കേട്ടോ. 3 സേനയും ചേർന്ന് നടത്തിയ അഭ്യാസത്തിന്റെ പേരാണെന്ത്? ഭാരത് ശക്തി. എവിടെ വെച്ചിട്ടാണ് നടന്നത്? പൊക്രാനിലാണ്. അപ്പോൾ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവിക സേനയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി. ഇനി രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാ? സാമ്പൽപൂർ എവിടെയാ? ഒഡീഷയിലാണ്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാ? സാമ്പൽപൂർ, ഒഡീഷയിലാണ്. ഇനി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഇത് INS ജഡായു. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുനരുപയോഗ ശേഷിയുള്ള വിക്ഷേപണ വാഹനമാണ് ഇത് പുഷ്പക് എന്ന കാര്യം ഓർത്തു നോക്കുക. പുഷ്പക് 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. നിർമ്മിച്ചതാര? അഗ്നികുൽ കോസ്മോസ് ആണ്. ഈ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ചോദിച്ചാൽ ധനുഷ് ആട്ടോ. ധനുഷാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് ഇത് അഗ്നി 5 എന്ന് പറയുന്നത്. ഇതിന്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നൽകിയ പേര് ചോദിക്കാം, മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാതയാണ് അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സെലാ ടണൽ. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ഇത് ബിറ്റ്സോം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ചോദിച്ചാൽ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ദ്വാരക എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ്. നിലവിൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് ആര്? കിഷോർ മക്വാന. പൊക്രാനിൽ നടന്ന ഇന്ത്യ കര വ്യോമ നാവികാഭ്യാസത്തിന്റെ പേരാണ്, സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണെന്ത്? ഭാരത് ശക്തി എന്ന് പറയുന്നത്. ഇനി രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാ? സാമ്പൽപൂരിലെ, ഒഡീഷയിലെ സാമ്പൽപൂരിലാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളത്തിന്റെ പേരാണ് INS ജഡായു കേട്ടോ. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഇത് INS ജഡായു. ഇനി നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാ? ലോക്പാൽ ചെയർമാൻ ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ കേട്ടോ. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. നിലവിലെ ലോക്പാൽ ചോദിച്ചാൽ ആരാ? AM ഖാൻവിൽക്കർ ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണിത് ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ്
ചക്ഷു പോർട്ടൽ കേട്ടോ. എന്താ ചക്ഷു പോർട്ടൽ? ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ഇത് ചക്ഷു പോർട്ടൽ. ഇനി ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ചോദിച്ചാൽ ആരാ? ധനുഷാണ്. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ് ആര്? ധനുഷ്. ദ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവിയാണ് എം നരവനെ കേട്ടോ. എം നരവനെയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി, 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയതാര? എം നരവനെയാണ്. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാ? ഇമ്മാനുവൽ മാക്രോൺ അല്ലെ, ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി. ഇനി തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകം. ഇനി അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ചോദിച്ചാൽ ആരാ? ഷഫീഖുർ റഹ്മാൻ കേട്ടോ. ഷഫീഖുർ റഹ്മാൻ ആണ് അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആണ് ആര്? ഷഫീഖുർ റഹ്മാൻ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് GPT നിർമ്മാതാവുമായ ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാര് ചോദിച്ചാൽ ആരാ? പ്രഗ്യ മിശ്രയാട്ടോ. ആരാ? പ്രഗ്യ മിശ്രയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് GPT നിർമ്മാതാവുമായ ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് ആര്? പ്രഗ്യ മിശ്ര. ഇനി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് നൈമ ഖാത്തൂൺ ആട്ടോ. ആദ്യമായിട്ടാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഒരു വനിതാ വൈസ് ചാൻസലർ വരുന്നത്. ആരാ? നൈമ ഖാത്തൂൺ ആണ്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേരാണ് ആദർശ ശില എന്ന് പറഞ്ഞു കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ഇത് ആദർശ ശില എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് M ഖാൻവിൽക്കർ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഹിമാചൽ പ്രദേശാണ്. അതുപോലെ ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ഇത് ചക്ഷു പോർട്ടൽ. ഏതാ? ചക്ഷു പോർട്ടലാണ്. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ചോദിച്ചാൽ ആരാ? ധനുഷാണ്. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയതാരാ? മുൻ കരസേനാ മേധാവിയായിട്ടുള്ള എം നരവനെയാണ്. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ചോദിച്ചാൽ ആരാ? ഇമ്മാനുവൽ മാക്രോൺ അല്ലെ, ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു 2024 മുഖ്യാതിഥി. ഇനി തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാ? തമിഴക വെട്രി കഴകമാണ്. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടി MP ആണ് ഷഫീഖുർ റഹ്മാൻ അല്ലെ, ഷഫീഖുർ റഹ്മാൻ. ഇനി AI കമ്പനിയും അതുപോലെ ചാറ്റ് GPT നിർമ്മാതാവുമായിട്ടുള്ള ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ചോദിച്ചാൽ ആരാ? പ്രഗ്യ മിശ്രയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായതാര? നൈമ ഖാത്തൂനാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശ ശില എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹാർ കേട്ടോ. പൂർവി ലഹാർ. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം ഏതു പേരിൽ അറിയപ്പെടുന്നത്? പൂർവി ലഹാർ എന്നാണ്. ഇനി ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ചോദിച്ചാൽ ഏതാ? HDFC ബാങ്ക്. എവിടെയാ? കവരത്തിയിലാണ് വന്നത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ഇത്. HDFC ബാങ്ക് എവിടെയാ? കവരത്തിയിലാണ്. ഇനി IMFന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരിക്കും? 4ാം സ്ഥാനമായിരിക്കും. IMFന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരിക്കും? 4ാം സ്ഥാനമായിരിക്കും. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സുധീർ കാക്കർ. സുധീർ കാക്കർ ആണ് 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ആര്? സുധീർ കാക്കർ. ഈ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായിട്ട് ഉയരുന്ന കടലിനുമേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം കേട്ടോ. കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം എന്ത് ചെയ്യുക? ഉയർത്താൻ കഴിയുന്ന
ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഇത് ന്യൂ പാമ്പൻ പാലം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21 അദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിച്ചാൽ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നാട്ടോ. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥ? ഫാലിയസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഭിന്നശേഷിക്കാർക്കായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് ഇത് സാക്ഷം ആപ്പ് എന്ന് പറയുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണിത് സി വിജിൽ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം ചോദിച്ചാൽ എത്രയാ? 85 വയസ്സാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എത്ര? 85 വയസ്സാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് ഇത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ഇനി ഇന്ത്യൻ നാവികസേന, അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് ഇത് പൂർവിലഹാർ. ലക്ഷദ്വീപിലാദ്യത്തെ സ്വകാര്യ ബാങ്ക് ചോദിച്ചാൽ HDFC ബാങ്കാണ്. എവിടെയാ? കവരത്തിയിലാണ്. IMFന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 4ാം സ്ഥാനമാണ്. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ആര്? സുധീർ കാക്കർ. ഇനി കപ്പലുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ലംബമായിട്ട് വരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലാദ്യത്തെ ന്യൂ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാണ് നിലവിൽ വന്നത്? ന്യൂ പാമ്പൻ പാലമാണ്. ഇനി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21 അദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിക്കാം ഏതാ? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് കേട്ടോ. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആണ്. ഇനി ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ് എന്ന് പറയുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഇത് സി വിജിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു? സി വിജിലാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിലെ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം ചോദിച്ചാൽ എത്രയാ? 85 വയസ്സാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് ഇത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് കേട്ടോ. വോട്ടർ ടേൺ ഔട്ട് ആപ്പാണ്. നമ്മളിപ്പോൾ 2 പേജാണ് നോക്കിയത്. ഇനി ബാക്കി വരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം.